പുതിയൊരു ദിവസത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആര് തിരിച്ച് കോയമ്പത്തൂരേക്ക്, ഞാൻ തിരിച്ച് ഷൊർണൂരേക്കും പോവാണ്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഞങ്ങളാണല്ലോ ജോലിക്കാർ. എനിക്ക് ജോലിക്ക് പോകണ്ട. അപ്പോൾ അങ്ങനെ ആര് ബൈ ബൈ പറഞ്ഞപ്പോൾ ബൈ ബൈ പറഞ്ഞു. ആര് പാലക്കാട് ടൗൺ സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, 2 കൊല്ലം അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എംടെക് ജോയിൻ ചെയ്തത്. ബിടെക് കഴിഞ്ഞിട്ട്, അതായത് ബിടെക്കും ജോലിയും കഴിഞ്ഞിട്ട് 2 വർഷം കൂടി അടിച്ചു പൊളിക്കാതെ കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് പോകാറുണ്ട്. അതായത് 2024 സെപ്റ്റംബറിൽ. ഇതിപ്പോൾ 2025 സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് കയറി. വീണ്ടും 1 കൊല്ലം കിട്ടിയുള്ളൂ. പിള്ളേർ എനിക്ക് എന്താ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ജോലിക്ക് പോകും. ഞാനും ആര് ഞങ്ങൾ 2 പേരാണ് ജോലിക്കാർ. ഞങ്ങൾ ജോലിക്ക് പോകും, ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ അവിടെ അടിച്ചു പൊളിച്ച് നടക്കും. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ജോലിക്ക് പോകണമെന്നല്ല എൻ്റെ പ്രശ്നം. അവരടിച്ചു പൊളിക്കുന്നുണ്ട്, ഞാനില്ലാതെ. കുഴപ്പമില്ല, ഇടയ്ക്കിങ്ങനെ അവരെയും കാണാം. ഇടയ്ക്ക് നാട്ടു ചെക്കന്മാരായിട്ട് ഇങ്ങനെ കൂടും. നാട്ടു ചെക്കന്മാർ പിന്നെ കുറേ ആൾക്കാർ ഇവിടെ നാട്ടിലില്ല. കുറച്ച് പേര് ഗൾഫിൽ, കുറച്ച് പേര് എറണാകുളത്ത്, പിന്നെ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കണം. ഓരോരുത്തർ സ്പ്ലിറ്റാണ്. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ ആരുമില്ല. ബാക്കി ഓഫീസിലെത്തിയിട്ട് എൻ്റെ ഓഫീസിലത്തെ കൊളീഗ്സിനെ കാണിച്ചു തരാം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ജംഗ്ഷൻ. ആക്ച്വലി ഈ ട്രെയിനിലാണ് ഞാൻ എന്നും ജോലിക്ക് പോണത്. രാവിലെ 9:10 ഇവിടെ നിന്ന് എടുക്കും. ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ഓഫീസെത്തും. കോളേജ് പിള്ളേർ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. കോളേജ് പിള്ളേരാണ്. എനിക്കാണെങ്കിൽ അവരൊന്നും കണ്ടില്ല, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് വന്നത്. ഇപ്പോഴാണ് പണി എന്ന് ഒതുങ്ങിയത്. ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുത്തു, ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തു. ദിസ് ഈസ് ഷൈറ, അവർ BDM, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ. എന്താ നിതുമിച്ചിരിക്കണം BDM എന്നൊക്കെ പറയുന്നു. ദിസ് ഈസ് നീതുമിസ്. ഇവിടുത്തെ പണമിടപാടുകളെല്ലാം നടക്കുന്നതും എന്നെ വ്ളോഗ് ചെയ്യാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നതും സുഹൈദ് MSM. തിരികെ സുഹൈദ് കൂളിംഗ് ഗ്ലാസ് സെറ്റോ. റിസ്മല ഈ വേണമെങ്കിൽ അപ്പുറത്ത്. അതാണ് മോട്ടിവേറ്റർ നമ്പർ 2 റിസ്മൽ. ഓക്കെ, ഒരു ഹായ് പറയാം സാർ. ഇവിടുത്തെ കോൺഫറൻസോട് ഹാൻഡിൽ ചെയ്യണം സുഹൈദാണ്. ആ തലക്കത്തിരിക്കണതാണ് നമ്മുടെ മുഞ്ചത്തി. 14 കമ്പ്യൂട്ടർ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. എനിക്കൊന്നും ഇങ്ങോട്ട് തിരിക്കരുത്, എങ്ങനെ കുറെ നേരം അങ്ങോട്ട്. ഇപ്പോഴാണ് എല്ലാവരും ഫ്രീ ആയത്. ഓക്കെ, നീതുമിസ്. ഇവിടുത്തെ ഓയിൽ ആൻഡ് ഗ്യാസിലെ പിള്ളേർക്കടക്കം നീതുമിസിനെ പേടിയാണ്. ടെറർ നീതു, ഗുണ്ട നീതുമിസിനെ വിളിക്കാറ്. ഞാൻ അതെ അതെ, ഇതിവിടെ സുഹൈദ് സിംഗിളാണ്. എത്ര വയസ്സായി പറയണ്ടോ? 23 വയസ്സായി. 23 വയസ്സൊന്നായില്ല. ജേഴ്സി ഹിജാബ് ഇട്ട കുട്ടികളുള്ളൂ. തങ്കപ്പെട്ട നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇവിടുത്തെ ഒരു അധ്യാപകൻ കൂടിയാണ് കേട്ടോ സുഹൈദ്. അക്കൗണ്ടന്റ് മാത്രല്ല, കൊറേ ദിനാറ് റിയലൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, കോപ്പറേറ്റ്. അതെ, ഇന്ന് രാവിലെ ഒരു കുട്ടി ഒരു 6000 രൂപ അടയ്ക്കാൻ വേണ്ടി വന്നു. ഞാൻ കാണാണ്ട പട്ടിശ ഒന്നുമില്ല. ഒരു ഇത്തിരി പൈസ അവന്റെ കയ്യിൽ വന്നപ്പോ ഒരു അഹങ്കാരം കാണായിരുന്നു. എനിക്ക് ഇന്റെ അടുത്തേ ഞാൻ വിട്ടിരിക്കട്ടോ, ഒന്ന് നീച്ചാ. ഇവിടെ ഇതാപ്പെടുന്ന് നീച്ചാ. ഞാൻ മാറിയിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണം നോക്കാൻ വേണ്ടിട്ട് ഗൂഗിൾ അല്ല. എന്നിട്ട് ആ കുട്ടിയെടുത്ത് ചോദിക്കും, ഗൂഗിൾ പേയുടെ കാശാണോ വന്നത്? അത് ചോദിക്കാ. ഇന്നത്തെ സേവനം കഴിഞ്ഞ ഓഫീസിലെ ഇത് ശരിക്കും ഇന്നലെ ഡ്രസ്സല്ല, ഇത് ഇന്ന ഡ്രസ്സാണ്. അല്ല, ഞാൻ ഇന്നത്തെ ബ്ലോഗ് പകുതി വെച്ച് മറന്നുപോയി. ഞാൻ ഇന്നലെ ഇവിടുത്തെ എടുത്തിട്ട് പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത ദിവസമാണ്. ഇനി ഇതിൻ്റെ അടുത്ത ദിവസം ഇയാൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയല്ല, അങ്ങനെ നമ്മളെല്ലാവരും വിട്ട് പോവാണ് സുഹൈദ്. നമ്മൾ അങ്ങാടി പുറത്തലുണ്ട്, അതൊരു വിഷയം. അപ്പോ ഇത് വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തിണ്ടെന്ന് ഡൗട്ട് ഉണ്ടെന്ന് നോക്കാം. അപ്പോ എന്റെ ബ്ലോഗിൽ നിന്ന്
ഓഫീസ് വ്ലോഗിൽ നിന്ന് ടാറ്റ പറയാണ് സുഹൈബ്. ഈ ഞായറാഴ്ച അൺഒഫീഷ്യൽ വ്ലോഗ് ഉണ്ട്. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ അൺഒഫീഷ്യൽ വ്ലോഗിൽ നീതുമിസും കൂടി വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂറാണ്. എത്ര മണി മുതൽ? 1 മണിക്കൂറുള്ളൂ. തുടങ്ങാൻ മുതൽ സ്പെഷ്യൽ ബീഫ് ഉണ്ട്. ബീഫ് ഫ്രൈഡ് കൊടുക്കുന്നത്, ബീഫ് ചിക്കൻ ഷെയർ കൊടുക്കുന്നത്, ഉരുളക്കിഴങ്ങ് വറുത്തത് കൊടുക്കുന്നത്, മീൻ വറുത്തത് ഞാൻ കൊടുക്കുന്നത്, പിന്നെ അഞ്ചാറ് ഞാൻ കൊടുന്നു. പപ്പടം ഞാൻ ആർക്കും തരില്ല, സോറി. ബാക്കി റിഷ്ബലിന്റെ മീൻ വറുത്തത് കഷ്ണം. അങ്ങനെ വീശ അങ്ങനെ ചൂടത്ത് ഇങ്ങനെ കുൽക്കണം. ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ കൂടെ ഐവി വന്നിരിക്കുകയാണ്. ഐവി ഒന്നുമില്ല, എന്താണ് വെറുതെ ടൂർ ട്രിപ്പ് വന്നിരിക്കുകയാണ്. എനിക്ക് നീതുമിസിന് ചെലവില്ല, വെറുതെ വന്നാൽ മാത്രം മതി. നീതുമിസിന് ചെലവുണ്ട്, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ചെലവൊന്നും. ചെലവ് വരാൻ പോകണുള്ളൂ. ഇപ്പൊ ഊട്ടി സൂയിസൈഡ് പോയിന്റിലുള്ള ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂട്ടിട്ടാണ് വന്നിരിക്കുന്നത് കമ്പനിക്ക്. ഞങ്ങളൊന്നും കമ്പനി ഇല്ല. അതെ, ഇതിനെ എങ്ങനെ ഒഴിവാക്കിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്താൻ വേണ്ടിട്ട് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഞങ്ങള് കൂടെ വെറുതെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ അടിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ്. ശരി ശരി. നീതു മിസ് അവിടെ പിള്ളേരോട് ഓട്ട മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. പോയി അതങ്ങനെ ഒന്ന് എനിക്ക് ഓടായിരുന്നു വയ്യ, എനിക്ക് പനിയായിരുന്നു. എന്നാണ് ഇപ്പോൾ ചെറിയൊരു കുറവാണോ അത് പാരസെറ്റമോൾ കഴിച്ചതിൻ്റെ സമാധാനം എന്ന് അറിയുമ്പോൾ ഓക്കെ. അവിടെ ഊട്ടി ട്രിപ്പ് ഇങ്ങനെ തുടങ്ങി. ഈ ഒരു എനർജി 2-3 മണിക്കൂർ നേരം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാവരും പടം പപ്പടായിട്ട് അതിനുള്ളിൽ കയറി കിടക്കും. അത് പെട്ടെന്ന് തന്നെ കാണാം. ആദ്യം നീതു മിസ് ഓടിയിട്ട് പോയിക്കണം ഇവിടുന്ന് പിള്ളേരോടെ. എന്തിനാ പിള്ളേരോട് ഓടിയത്? എന്നെ തോപ്പിച്ചാ ഞാൻ പരീക്ഷ ഇടാൻ പാടില്ല, അതായിരുന്നു ബന്ധ്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ തോറ്റാ ഞാൻ സി മാർക്ക് കുറയ്ക്കുന്നു. പിള്ളേരെക്കാൾ വലുതാണ് ടീച്ചർ. ഇതാണ് എന്റെ സ്റ്റുഡൻസ്. അതെ, നീതു മിസ്സായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. അല്ല, നീതു മിസ്സായിട്ട് ഞങ്ങൾ ഭയങ്കര ബന്ധത്തിലാണ്. പിള്ളേരും ഇതെന്താണ് പൈൻ ഫോറസ്റ്റോ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വീണു, കൊയിഞ്ഞാടി. 15 കൊയിഞ്ഞാടാൻ ബാക്കിയുണ്ട്. ക്യാമറ ഓണാക്കി നടന്ന എന്തെങ്കിലുമൊക്കെ വീണൊക്കെ കിട്ടും. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് മതിയായ മണിക്കൂട്ടൻ ഗേൾഫ്രണ്ട് ആണെന്ന് சொல்லണത്. പക്ഷെ സംഭവം ഗേൾഫ്രണ്ട് ആണെന്ന് സമ്മതിച്ചില്ല, പെങ്ങളാന്നൊക്കെ പറയണത്. ഏത് നേരം ഫോണിലാണ്. അദ്വൈതൻ്റെ സ്റ്റുഡൻ്റാണ്. ഇത് അനന്തു. അരക്കിളിയാണ്. അരക്കിളി മിസ് ടീച്ചർ അരക്കിളിയാണ്, സ്റ്റുഡൻ്റ് അരക്കിളിയാണ്. മൊത്തം മുഴുക്കിളിയാണ്. അതിൻ്റെ സ്റ്റുഡൻസാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പൈൻ ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞിട്ട് ഷഹബാസ് അവിടെ ഏതോ മരത്തിന്റെ മുകളിൽ കൂടെ പോണ്ട്. ഓക്കെ, അടുത്തതായിട്ട് സർത്താജാണ്. യെസ്, സർത്താജ് പോണ്ടോ? എന്നാ ഇനി ആയിക്കോട്ടെ തിരിച്ചു പോയതോട്ട്. അത് പിന്നെ നടപടിയാവേണ്ടതുകൊണ്ട്. അതെ അതെ, ഷഹബാസ് തെളിയിച്ചു. 3:30 വരാൻ പറഞ്ഞു, 3 മണിക്ക് തന്നെ തിരിച്ചു വന്നു. ടീ ഫാക്ടറി പോയിട്ട് എന്തിനാ വരെ പോയെന്നറിയില്ല. കൊറേ തിന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട്. നീതു മിസ് മാറി വാരി തിന്നുണ്ട്. മെല്ലെ കുറച്ച് വെള്ളം കുടിക്ക്. നീതു മിസ്സിന്റെ മുതലായത്. ഈ ചെക്കനാണ് വന്നപ്പോ മുതൽ ഫോണില്ല. ഈ ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാമും ബനും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. 1 മണിയാകുമ്പോ പരിപാടികൾ തീർത്തു. 1 മണി എന്തൊക്കെയോ വാരി വെച്ച് തിന്നുണ്ട്. ഇതൊക്കെ എവിടൊക്കെ പോകണമെന്നൊരു പിടുത്തൂല. ഓക്കെ, ഈ അടുത്തത് ഞങ്ങളൊരു ചായ, രാത്രിത്തെ ഫുഡ് ഉണ്ടെന്ന് പറയണ്ടല്ലേ ഇടക്കരയെന്ന്. അപ്പൊ അതുകൂടി കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാരും വെള്ളം ചേർത്ത് വിടണ്ടാവും. എന്താ ജാസേ?
കാക്കനെ പറഞ്ഞു ഈ ദിവസം പരുന്ത് പറഞ്ഞു പിള്ളേര് തൂക്കി അതിലിപ്പോ ഒന്ന് കൊഴിയും ആ കൊമ്പിലായിരുന്നു ഇത്ര നേരം പരിപാടി പാളി ഐറ്റം പാളി അവസാനിക്കാറായി നമ്മള് മന്തി ട്രിപ്പിന്റെ ക്ഷീണമുണ്ട് അജാസിന് ട്രിപ്പിന്റെ ക്ഷീണമുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ വരേണ്ട ക്ഷീണം മാറിയില്ലേ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ടാറ്റ പറഞ്ഞു അന്നൊക്കെ വഴി ഇറക്കിയിട്ടല്ലേ അങ്ങനെ ഇപ്പൊ ഒരു അവസാനത്തിലേക്ക് എത്തണം എല്ലാവരും ഇറക്കി വിടാൻ തുടങ്ങി ഞങ്ങൾ 4-5 പേര് ഇപ്പൊ തന്നെ ഇറങ്ങി ഈ പിള്ളേരൊക്കെ വീട്ടിൽ ആളുകാരെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണേ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ സന്തോഷത്തിലാണ് അതാണ് കഴിഞ്ഞിട്ടിന്നുള്ള ഒരാളെ നീ വണ്ടിയിൽ ഡാൻസ് കളിച്ചില്ല ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് അവരെ ഊക്കി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാക്കി ഊക്ക് മാത്രം ഒരു ഊക്കാൻ വേണ്ടിട്ടുള്ള ടൂർ ഒരു ഊട്ടി ട്രിപ്പ് ഒരു ഊക്ക് ഊട്ടി അതെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നന്നായിരുന്നു ബാക്കി പൈസക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് ഇതാരും മിക്സ് ചെയ്യാ ഒറ്റ ഒട്ടിന് മസാല കുറവാണ് മസാല കുറച്ച് വേണ്ട വേണ്ട ഞാൻ പറഞ്ഞു ഒരു ദിവസം റെന്റിനെടുക്കാം അങ്ങാടി പുറത്ത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തേക്കുണ്ടാവോ അപ്പുറം പറഞ്ഞിട്ട് സർത്തജ എവിടെ സർത്ത എന്താ കുട്ടിയുടെ എന്റെ കളി കഴിഞ്ഞു എല്ലാത്തിനും കഴിഞ്ഞു പുക വരാൻ തുടങ്ങി പിന്മാറില്ല എന്ന് പറഞ്ഞ ശോഭാന ആ ചെക്കന്റെ ബർത്ത്ഡേന്റെ കേക്ക് മൊത്തം ഒറ്റയ്ക്ക് തിന്നു നീ ഇത് മിസ് പല്ലൊന്ന് കാണിക്ക് ടീച്ചർ അത്ര ടീച്ചർ നിക്ക് കാര്യമായി എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇന്ന് 10:30 എക്സാം പറഞ്ഞത് എക്സാമിന് 2.5 മണിക്കൂർ എനിക്ക് കുറച്ച് എഴുതിയാൽ എനിക്ക് കുറച്ച് മിഠായി തരുമോ ചേച്ചി മിഠായി ഉള്ള കൊണ്ടുപോകല്ലേ നിങ്ങക്ക് നോമ്പല്ലേ മിഠായി ഒറ്റയ്ക്ക് നിന്ന് സമ്മതിക്കൂല ചേച്ചി മിഠായി എനിക്ക് വയ്യതിനോട് ഇറക്കാം എന്റെ കയ്യും കാലും വേദന എന്നാലും ജിമ്മിൽ പോയിട്ട് അപ്പൊ ഈ വ്ളോഗിന് ഒരു ബായ് ഞാൻ പറയാണ് ബൈ.